ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹോദ്രവകാലത്തിന്റെ അവസാനത്തിൽ യെരൂശലേം നഗരത്തെ രക്ഷിക്കാനായി കർത്താവ് ഒലിവുമലയിൽ കാൽ ചവിട്ടുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു ദിവസത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നു. ലോകരാജ്യങ്ങളെല്ലാം അന്ന് യെരൂശലേമിനെ ഉപരോധിക്കാൻ ഒത്തുകൂടും. ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. യെരൂശലേമിന്റെ നിരോധനത്തിങ്കൽ അത് യഹൂദയ്ക്ക് വരും. അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി ഒത്തുകൂടും. സക്രിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ദൈവത്തിന്റെ പരമാധികാര പദ്ധതി പ്രകാരം രാജ്യങ്ങൾ വന്ന് യഹൂദ ജനതയെ ദൈവം അവർക്ക് നൽകിയ അവകാശത്തിൽ നിന്ന് വേർപെടുത്താൻ ശ്രമിക്കുമ്പോൾ അവർക്കെതിരെ ന്യായവിധി ഉണ്ടാകും. അവർ തങ്ങളുടെ മെഷിഹായെ മുഖാമുഖം കാണുമ്പോൾ തന്റെ ജനമായ ഇസ്രായേലിനെ രക്ഷിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനും കർത്താവിന്റെ നീതിനിഷ്ഠമായ കൈ ചലിക്കുന്നത് ആ സമയത്ത് എല്ലാവരും കാണും. അതുകൊണ്ടാണ് കർത്താവ് തന്നെ ജാതികളെ യെരൂശലേമിലേക്ക് കൊണ്ടുവരുമെന്ന് ബൈബിൾ പറയുന്നത്. അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിഭാഗിപ്പാനുള്ള യഹോവയുടെ ഒരു ദിവസം വരുന്നു. ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. സക്രിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യം. ജാതികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇസ്രായേലിനോടും യെരൂശലേമിനോടും കർത്താവിന്റെ പരമാധികാരം യോവേൽ 3:1-2 എന്നീ വാക്യങ്ങളിൽ വീണ്ടും കാണാം. ഞാൻ യഹൂദയുടെയും യെരൂശലേമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എന്റെ ജനനിമിത്തവും എന്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. അവർ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് എന്റെ ദേശത്തെ വിഭാഗിച്ച് കളഞ്ഞല്ലോ. ഒലിവുമലയെ യെരൂശലേം നഗരത്തിൽ നിന്ന് വിഭജിക്കുന്ന കിദ്രോൻ താഴ്വരയുടെ പുരാതന നാമമാണ് യഹോശാഫാത്ത് താഴ്വര. കർത്താവിന്റെ വരവിന്റെ താക്കോൽ യെരൂശലേമാണ്. എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ യെരൂശലേമിനെതിരെയും തങ്ങളുടെ അവിഭാജ്യ നഗരം ഭരിക്കുവാനുള്ള യഹൂദ ജനതയുടെ പരമാധികാരത്തിനെതിരെയും ഒത്തുകൂടാൻ തുടങ്ങിയിരിക്കുന്നു. പ്രധാനമായും അമേരിക്ക ഒഴികെ മറ്റ് മിക്ക രാജ്യങ്ങളും ഇസ്രായേൽ സർക്കാർ സ്വന്തം തലസ്ഥാനത്ത് നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങളെ ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനങ്ങളിൽ പതിവായി എതിർക്കുന്നു. സമാധാന ചർച്ചകളിൽ തങ്ങളുടെ സ്ഥലം സമാധാനം മുൻനിർത്തി അവർ തിരിച്ചു നൽകി. ഇത് നമ്മെ യിരെമ്യാവ് 8:11 വാക്യം ഓർമ്മപ്പെടുത്തുന്നു. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് അവർ എന്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. എല്ലാ ശ്രമങ്ങളും രാഷ്ട്രീയ കുതന്ത്രങ്ങളും യുദ്ധങ്ങളും കരാറുകളിൽ ഒപ്പുവെക്കലും മുറ പോലെ നടക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലിന് സമാധാനം നൽകുന്ന ഒരു പരിഹാരം കൊണ്ടുവരാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. യെരൂശലേം എന്നാൽ സമാധാനത്തിന്റെ നഗരം എന്ന സത്യത്തോട് ഒരു കാരണവശാലും ഇത് യോജിക്കുന്നുമില്ല. യെരൂശലേമിനായി ഒരു അന്തിമ പരിഹാരത്തിനുള്ള സമയം അടുക്കുംതോറും ഇസ്രായേലിനെ എതിർക്കുന്നതിൽ എല്ലാ രാജ്യങ്ങളും കൂടുതൽ ഐക്യപ്പെടുകയും ഓരോ വർഷവും കൂടുതൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസം അവസാന നാളുകളിൽ സംഭവിക്കുമെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ രാഷ്ട്രങ്ങളും യെരൂശലേമിനെതിരെ വരും. യെരൂശലേമിന് ഒരിക്കലും യഥാർത്ഥ സമാധാനത്തിന് കാരണമാകുന്ന മനുഷ്യനിർമ്മിതമായ സമാധാനം ഉണ്ടാകില്ല. എതിർ ക്രിസ്തു 7 വർഷത്തേക്ക് സമാധാന ഉടമ്പടി ഉണ്ടാക്കുമെങ്കിലും തെറ്റായ സുരക്ഷാ ബോധത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിനുള്ള ഒരു കരാറായിരിക്കും അത്. അക്കാലത്ത് യെരൂശലേമിൽ നിലകൊള്ളുന്ന ആലയത്തെ അശുദ്ധമാക്കുമ്പോൾ മാത്രമേ അവന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ മനസ്സിലാകൂ. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും
നിർത്തലാക്കി കളയും. മ്ലേച്ഛതയുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ദാനിയേൽ 9:27. അന്ത്യനാളുകളിൽ യെരുശലേമിലെ ആലയ പർവ്വതത്തിൽ നിൽക്കുന്ന മൂന്നാമത്തെ ദേവാലയത്തെ അശുദ്ധമാക്കിയതിനു ശേഷം ഒരു സമാധാനം പോലും ഉണ്ടാകില്ല. പകരം എല്ലായിടത്തും യുദ്ധമായിരിക്കും. എല്ലാവരുടെയും വലത് കൈയിലോ നെറ്റിയിലോ ഒരു മുദ്ര സ്വീകരിക്കുവാൻ എതിർക്രിസ്തു നിർബന്ധിക്കും. നാണയരഹിത സമൂഹമായി അന്ന് വിനിമയ രീതി മാറുന്നതിനാൽ ഈ അടയാളമില്ലാതെ ആർക്കും വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയുകയില്ല. എല്ലാവരും എതിർക്രിസ്തുവിനെ ദൈവമായി ആരാധിക്കുവാൻ അവൻ ആവശ്യപ്പെടും. നിരസിക്കുന്നവരെ അവൻ കൊല്ലും. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആകുന്നു. വെളിപ്പാട് പുസ്തകം 13-ാം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭയങ്കരമായ മഹോദ്രവം യാക്കോബിന്റെ കഷ്ടകാലമായിരിക്കും. ആ നാൾ പോലെ വേറെ ഇല്ലാത്തവണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം. അത് യാക്കോബിന് കഷ്ടകാലം തന്നെ എന്ന് അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം 7 എതിർ ക്രിസ്തു ദേവാലയം അശുദ്ധമാക്കുമ്പോൾ കർത്താവിനെ അനുസരിക്കുന്ന യഹൂദന്മാർക്ക് രക്ഷപ്പെടാൻ ദൈവം ഒരു പദ്ധതി ഉണ്ടാക്കും. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. മത്തായി 24-ാം 15-16 വാക്യങ്ങൾ. മഹോദ്രവകാലം അവസാനിക്കുന്നത് കർത്താവ് ഒലിവുമലയിലേക്ക് ഇറങ്ങുകയും യെരുശലേം നഗരത്തിനെതിരായി വരുന്ന എല്ലാ ജാതികളെയും പരാജയപ്പെടുത്തുകയും ചെയ്യുന്ന സമയത്തായിരിക്കും. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 14-ാം 12 എതിർ ക്രിസ്തുവും പ്രവാചകനും പിടിക്കപ്പെടുകയും ജീവനോടെ തീപ്പൊയ്യയിൽ എറിയപ്പെടുകയും ചെയ്യും. വെളിപ്പാട് പുസ്തകം 19-ാം 20 ഒടുവിൽ സമാധാനം യെരുശലേമിൽ പുനഃസ്ഥാപിക്കപ്പെടും. ഇസ്രായേലിന്റെ മെഷിഹ യെരുശലേമിൽ സമാധാന പ്രഭുവായി വാഴുകയും 1000 ആണ്ട് സമാധാനത്തിന്റെ സുവർണ കാലഘട്ടമായി നയിക്കുകയും ചെയ്യും. വെളിപ്പാട് പുസ്തകം 20-ാം 4 സമാധാനത്തിന്റെ മനുഷ്യനായി വേഷമിടുമെങ്കിലും എതിർ ക്രിസ്തുവിലൂടെയോ രാഷ്ട്രീയത്തിലൂടെയോ ഒരിക്കലും സമാധാനം യെരുശലേമിൽ വരികയില്ല. സമാധാന പ്രഭു വരുമ്പോൾ മാത്രമേ യെരുശലേമിൽ യഥാർത്ഥ സമാധാനം ഉണ്ടാകൂ. യഹൂദ ഭരണത്തെയും യെരുശലേമിന്മേലുള്ള പരമാധികാരത്തെയും എതിർക്കുന്നതിനായി വിജാതീയ രാഷ്ട്രങ്ങളുടെ ഒത്തുചേരൽ മഹോദ്രവം ഉടൻ വരുന്നു എന്നതിൻ്റെ ഒരു പ്രധാന അടയാളമാണ്. ഇത് കർത്താവിൻ്റെ സഭയ്ക്കായി ആസന്നമായി മടങ്ങി വരവിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.